പ്രിയ കുട്ടികളെ, നമുക്കിന്ന് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഈസി ആയിട്ട് പഠിക്കാം. സിംഗിൾ കോളം ക്യാഷ് ബുക്കും അതുപോലെ തന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്കും ഇത് രണ്ടും നമുക്കിന്ന് ഒരുമിച്ച് അതിന്റെ ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കി തരാം. അപ്പൊ അത് നല്ല ഈസി ആയിട്ട് പഠിച്ചു പോകാം കേട്ടോ. അപ്പൊ ഈ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആ പേര് പോലെ തന്നെ അത് സിമ്പിൾ ആണ്. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. സിമ്പിൾ ക്യാഷ് ബുക്ക് എന്നും പറയും. സിമ്പിൾ ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ there is only one column for each side. എമൗണ്ടിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഒരേ ഒരു കോളം മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പൊ ഡെബിറ്റ് സൈഡിലും എമൗണ്ടിന് വേണ്ടി ഒരു കോളം, ക്രെഡിറ്റ് സൈഡിലും എമൗണ്ടിന് വേണ്ടിയിട്ട് ഒരു കോളം. അതാണ് സിംഗിൾ കോളം എന്ന് പറയാൻ കാരണം. ഇതിന്റെ ഫോർമാറ്റ് ഡേറ്റ്, റെസീപ്റ്റ്. നമ്മൾ പർട്ടിക്കുലേഴ്സ് എഴുതാത്തതിന്റെ കാരണം, പർട്ടിക്കുലേഴ്സ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കണക്ക് ചെയ്യുമ്പോൾ ഡൗട്ട് വരും. അപ്പൊ ആ ഡൗട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പർട്ടിക്കുലേഴ്സിന് പകരം വേണമെങ്കിൽ നിങ്ങൾ പർട്ടിക്കുലേഴ്സിന് മുകളിൽ എഴുതിക്കോളും. എന്നിട്ട് അതിന് താഴെ നിങ്ങൾ റിസീപ്റ്റ്സ് എഴുതാം. അതിനുശേഷം റെസിപ്റ്റ് നമ്പർ ആണ് കേട്ടോ. RN നമ്പർ എന്ന് വെച്ചാൽ റെസിപ്റ്റ് നമ്പർ, ലെഡ്ജർ ഫോളിയോ എമൗണ്ട്, പിന്നെ ക്രെഡിറ്റ് സൈഡില് എമൗണ്ട്, പേയ്മെന്റ്സ്, വൗച്ചർ നമ്പർ. വൗച്ചർ മീൻസ് എനി ഡോക്യുമെന്റ്സ്. നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഡോക്യുമെന്റ്സ് നമുക്ക് കിട്ടുന്നതാണ് വൗച്ചർ. അതുപോലെ തന്നെ ലെഡ്ജർ ഫോളിയോ എമൗണ്ട്. അതാണ് സിംഗിൾ കോളം അഥവാ സിമ്പിൾ ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ്. ഇവിടെ നമ്മൾക്ക് കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ട്രാൻസാക്ഷൻ നമ്മൾ എഴുതുമ്പോ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷൻ തന്നേക്കണത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് റുപ്പീസ് 5 lakh എന്നാണ് നമുക്ക് എമൗണ്ട് നമുക്ക് തന്നേക്കണത്. 5 ലക്ഷം രൂപ കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോ നമുക്കറിയാം ട്രാൻസാക്ഷൻ ജേർണൽ എൻട്രി എന്താ വരുന്നേ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ബിസിനസ്സിലേക്ക് 5 lakh rupees ക്യാപിറ്റൽ ആയിട്ട് വന്നു. അപ്പൊ നമുക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി ഇത്രയും മക്കൾ ഓർത്താ മതി. അതായത് ക്യാഷ് ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇൻഫ്ലോ മീൻസ് ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു, ഔട്ട്ഫ്ലോ മീൻസ് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നു. അപ്പൊ ഇൻഫ്ലോ ആണെങ്കിൽ നമ്മളത് റിസീപ്റ്റ്സിൽ എഴുതും. അതായത് ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്ന എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ റിസീപ്റ്റ്സിൽ എഴുതും. ബിസിനസ്സിൽ നിന്നും ക്യാഷ് പോകുന്ന എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ പേയ്മെന്റ്സിൽ എഴുതും. അത്രയും മാത്രം മക്കൾ ഓർത്താ മതി. അപ്പൊ ഇവിടെ നോക്കിയേ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് റുപ്പീസ് 5 lakh. ബിസിനസ് 5 ലക്ഷം രൂപ കൊണ്ട് ബിസിനസ് ആരംഭിച്ചു. അപ്പൊ ബിസിനസ്സിലേക്ക് ക്യാഷ് വരാണ്, ക്യാഷ് ഇൻഫ്ലോ ആണ്, ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. അപ്പൊ നമ്മൾ എവിടെ എഴുതണം? റിസീപ്റ്റ്സിൽ എഴുതണം. എന്ത് പറഞ്ഞ് നമ്മൾ എഴുതും? ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ 5 lakh rupees നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതും. അടുത്ത് നമ്മളിവിടെ പറയുന്നത് പർച്ചേസ്ഡ് ഫർണിച്ചർ. ഫർണിച്ചർ വാങ്ങിച്ചു എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണത്. ഒരു 8,000 rupees ഫർണിച്ചർ വാങ്ങിച്ചു. അപ്പൊ ഫർണിച്ചർ വാങ്ങിച്ചു എന്ന് പറയുമ്പോ അത് പേയ്മെന്റ്സ് ആണ് അല്ലെ? ഫർണിച്ചർ മേടിക്കാൻ വേണ്ടി ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി, ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ മീൻസ് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് പോകുന്നത് നമ്മൾ ഇവിടെ എഴുതണം. അപ്പൊ നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതിയിട്ട് ഫർണിച്ചർ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ചെലവാക്കിയേക്കണത്. അപ്പൊ നമ്മൾ ഫർണിച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് എഴുതും. പേയ്മെന്റ്സില് എമൗണ്ട് എഴുതും. ഇനി നമ്മളിവിടെ പറയാണ് പെയ്ഡ് ടു രാം. രാം എന്ന വ്യക്തിക്ക് ഒരു 6,000 rupees കൊടുത്തു എന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ പെയ്ഡ് ആണ്. പെയ്ഡ് എന്ന് കേട്ടാൽ ഓർത്ത് വെക്കുക, അത് ഔട്ട്ഫ്ലോ ആണ്, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകാണ്. അപ്പോ നമ്മളത് പേയ്മെന്റ്സിലാണ് എഴുതുന്നത്. ടു രാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് പേയ്മെന്റ്സിൽ എമൗണ്ട് എഴുതും. ഇനി നമ്മളോട് പറയുന്നത് റിസീവ്ഡ്. റിസീവ്ഡ് ക്യാഷ് ഫ്രം രാം എന്നാണ് പറഞ്ഞേക്കുന്നത്. രാമിന്റെ കയ്യിൽ നിന്ന് ഒരു 800 rupees റിസീവ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? റെസിപ്റ്റിൽ വരണം. കാരണം എന്താ? ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, അത് ഇൻഫ്ലോ ആണ്.
അപ്പൊ നമ്മൾ റെസീപ്സിൽ എഴുതാം. എന്ത് പറഞ്ഞ് എഴുതാം? ടൂവും ബൈയും രണ്ട് സൈഡിലും നമുക്കത് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതിയാൽ മതി, നിർബന്ധമില്ല. ഒരു പ്രാവശ്യം എഴുതിയാലും മതി കേട്ടോ. ടു രാം എന്ന് പറഞ്ഞുകൊണ്ട് രാമന്റെ കയ്യിൽ നിന്നാണ് ക്യാഷ് കിട്ടിയേക്കണത്. അപ്പൊ നമ്മള് അത് ടു രാം എന്ന് പറഞ്ഞ് റെസീപ്സിൽ എഴുതും. ഇനി നമ്മളിവിടെ പറഞ്ഞേക്കണത് പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണ് പറഞ്ഞേക്കണത്. ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഗുഡ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് റീസെയിലിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല അവരത് മേടിക്കുന്നത്, ലാഭം എടുത്തുകൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോ ഗുഡ്സ് എന്ന് എഴുതില്ല, പകരം പർച്ചേസ് അക്കൗണ്ട്. ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോ അപ്പോഴും നമ്മൾ ഗുഡ്സ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഇല്ല, അതല്ല എഴുതുന്നേ, സെയിൽസ്. അപ്പൊ ഓർത്ത് വെക്കേണ്ടത് പർച്ചേസ് ചെയ്യുമ്പോ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ടും ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ സെയിൽസ് അക്കൗണ്ടുമാണ്. അപ്പൊ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയി. ഗുഡ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി. ക്യാഷ് പോകുമ്പോ നമ്മൾ എവിടെ എഴുതാം? പേയ്മെന്റ്സിൽ എഴുതാം. അപ്പൊ നമ്മൾ ഇവിടെ എഴുതാം പർച്ചേസ്, എന്നിട്ട് നമ്മൾ 2400 എഴുതും. ഇനി നമ്മളിവിടെ പറയുന്നത് സോൾഡ് ഗുഡ്സ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോൾഡ് ഗുഡ്സ് ₹1400. അപ്പൊ സോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോ ഗുഡ്സ് വിൽക്കുമ്പോ ബിസിനസ്സിലേക്ക് ക്യാഷ് വരാണ്. ക്യാഷ് വരുന്ന കേസിൽ നമ്മൾ ഇവിടെയാണ് എഴുതുന്നത്. എന്ത് പറഞ്ഞ് എഴുതും? സെയിൽസ്. ഗുഡ്സ് വിൽക്കുമ്പോ ഗുഡ്സ് എന്ന് എഴുതില്ല, സെയിൽസ്. ഗുഡ്സ് വാങ്ങുമ്പോ പർച്ചേസ്. അപ്പൊ നമ്മള് സെയിൽസ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതും. ഇനി നമ്മളിവിടെ പറഞ്ഞേക്കണത് പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ. ബിസിനസ്സിലേക്ക് ഒരു കമ്പ്യൂട്ടർ മേടിച്ചു. ഫ്രം നിതിൻ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്നാണ് കമ്പ്യൂട്ടർ മേടിച്ചേക്കണത്. ഒരു 14,000 രൂപയ്ക്ക് ഒരു കമ്പ്യൂട്ടർ മേടിച്ചേക്കാണ്. ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ മേടിച്ചു. 14,000 രൂപ, 14,000 റുപ്പീസിന് നിതിൻ എന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് കമ്പ്യൂട്ടർ മേടിച്ചിരിക്കുന്നത്. അപ്പോ അവിടെ നമുക്ക് തന്നേക്കുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്, അല്ലെ? ക്യാഷ് കൊടുത്തല്ലല്ലോ മേടിച്ചിരിക്കുന്നേ, നിതിൻ എന്ന വ്യക്തിയിൽ നിന്നും വാങ്ങിച്ചു എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ അവിടെ ഫോർ ക്യാഷ് എന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആകുള്ളൂ. നമുക്ക് ഫോർ ക്യാഷ് തന്നിട്ടില്ല, അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഒരു കാരണവശാലും ക്യാഷ് ബുക്കിലേക്ക് നമുക്ക് എഴുതാൻ പാടില്ല. ഈ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എഴുതാൻ വേണ്ടി നമ്മൾ ഇത് കഴിഞ്ഞ ജേണല് പഠിക്കും, പർച്ചേസ് ജേണൽ, സെയിൽസ് ജേണൽ എന്നൊക്കെ പറഞ്ഞ അവിടെയാണ് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എഴുതുന്നത്. അപ്പൊ ഈ ട്രാൻസാക്ഷൻ നമ്മൾ ക്യാഷ് ബുക്കിൽ എടുക്കില്ല. കാരണം എന്താ? അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ക്യാഷ് ബുക്കിലേക്ക് എഴുതിക്കൂടാ. നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനില് എപ്പോഴും ഒരു ഐറ്റം, മിക്കവാറും ഒരു ഐറ്റം നിങ്ങൾക്ക് ക്രെഡിറ്റ് തരും നമുക്ക്. അപ്പൊ അത് ഓർത്ത് വെക്കാം, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നമുക്ക് ക്യാഷ് ബുക്കിലേക്ക് എടുത്തുകൂടാ. നമ്മൾ അതായത് ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമേ നമ്മൾ ക്യാഷ് ബുക്കിൽ കാണിക്കുന്നുള്ളൂ. ഇനി നമ്മളുടെ പറയാണ് സോൾഡ് ഗുഡ്സ്. ഈ പേരില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനെ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ അല്ല, ഈ ഫ്രം നിതിൻ എന്നില്ല എന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ നമ്മള് അത് ബൈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് എഴുതിയാനെ. ഇപ്പൊ നമുക്ക് എഴുതാൻ പറ്റില്ല. അടുത്തത് സോൾഡ് ഗുഡ്സ് ടു അമൽ എന്ന വ്യക്തിക്ക് ഗുഡ്സ് വിറ്റു. 9,000 രൂപയ്ക്ക് ഗുഡ്സ് വിറ്റേക്കാണ്. അപ്പൊ ഇതും നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം ഇതും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. കടമായിട്ടാണ് വിറ്റിരിക്കുന്നത്. കടമായിട്ട് വിൽക്കുന്നതും വാങ്ങുന്നതും ക്യാഷ് ബുക്കിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ക്യാഷ് നടത്തുന്ന ട്രാൻസാക്ഷൻ മാത്രമേ നമ്മൾ ഇതിലേക്ക് റെക്കോർഡ് ചെയ്യുള്ളൂ കേട്ടോ. അതാണ് ക്യാഷ് ബുക്കിന്റെ പ്രത്യേകത. അപ്പൊ ഓർത്ത് വയ്ക്കേണ്ടത്, അതായത് ഇൻഫ്ലോ, ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നതെല്ലാം നമ്മൾ റിസീപ്റ്റ്സിൽ എഴുതും. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നതെല്ലാം നമ്മൾ പേയ്മെന്റ്സിൽ എഴുതും. ഇങ്ങനെയാണ് നമ്മൾ ക്യാഷ് ബുക്ക് എഴുതുന്നത്. എന്നിട്ട് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ എല്ലാം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യണ പോലെ ബാലൻസ് ചെയ്യും. ഇതാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഇനി നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്കും ഡബിൾ കോളം ക്യാഷ് ബുക്കും കൂടി ഒന്ന് ഒരുമിച്ച് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി തരാം. ഡബിൾ കോളം
ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, നമുക്കപ്പൊ ഈ റെസിപ്റ്റ് നമ്പറും അതുപോലെ തന്നെ വൗച്ചർ നമ്പറും നമുക്ക് വേണ്ട. റെസിപ്റ്റ് നമ്പറും വൗച്ചർ നമ്പറും നമ്മൾ എഴുതില്ല. എപ്പോഴാ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമുക്ക് റെസിപ്റ്റ് കോളം നമുക്ക് വേണ്ട. ലെഡ്ജർ ഫോളിയോ വേണം കേട്ടോ. ലെഡ്ജർ ഫോളിയോ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ലെഡ്ജർ ഫോളിയോ എന്നുള്ള കോളം നമ്മൾ വരയ്ക്കണം, അത് അവിടെ കളയരുത്. പിന്നെ എമൗണ്ടിന് വേണ്ടിയിട്ട് 2 കോളം വരും, ക്യാഷും വരും ബാങ്കും വരും. അതാണ് ഡബിൾ കോളത്തിന്റെ പ്രത്യേകത. ക്യാഷും വരും അതുപോലെ തന്നെ ബാങ്കും വരും. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ പ്രത്യേകത, സിംഗിൾ കോളത്തിന് there is only 1 column for cash on each side. ബട്ട് ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ 2 കോളം പ്രൊവൈഡ് ചെയ്യണം. ക്യാഷ് കോളം പ്രൊവൈഡ് ചെയ്യണം, ബാങ്ക് കോളം പ്രൊവൈഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? ചെക്ക് വഴി നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ബാങ്ക് കോളത്തിലേ എഴുതാവൂ. ചെക്ക് വഴി നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻസും, ഈ ചെക്ക് പോണത് എങ്ങോട്ടാ? ബാങ്കിലേക്കല്ലേ. അപ്പൊ ചെക്ക് വഴി നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ബാങ്ക് കോളത്തിലേ എഴുതാവൂ കേട്ടോ. അപ്പൊ നമുക്ക് അത് ഡബിൾ കോളം കൂടി നമുക്ക് ഇത് എങ്ങനെയാണ് ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഒരു ഇതിൽ തന്നെ ഞാൻ 2 കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ഈ ഡബിൾ കോളം ക്യാഷ് ബുക്കില് നമുക്ക് നമ്മുടെ പറയാണ് സ്റ്റാർട്ടഡ് ബിസിനസ് പറഞ്ഞാൽ നമ്മൾ ടു ക്യാപിറ്റൽ തന്നെ എഴുതാം. അത് നമുക്ക് മിക്കവാറും നിങ്ങൾക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ തരുന്നതാ. ബാലൻസ് തരും, ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷ് ഇൻ ഹാൻഡ് തരും, ക്യാഷ് അറ്റ് ബാങ്കും തരും. ഡബിൾ കോളം ക്യാഷ് ബുക്കിലേ നമുക്ക് 2 ബാങ്കും ക്യാഷിന്റെ ബാലൻസും നമുക്ക് തരും, ബാങ്കിന്റെ ബാലൻസും തരും. അപ്പൊ മക്കൾ ഓർത്ത് വെക്കേണ്ടത്, ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് നമുക്ക് തന്നിട്ടുള്ളൂവെങ്കിൽ നമുക്കത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അത് CR എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ബാങ്കിന്റെ ബാലൻസ് ബ്രാക്കറ്റിൽ CR എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, CR മീൻസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ആയിരിക്കും കേട്ടോ ബാലൻസ് എഴുതുന്നത്. ഓവർ ഡ്രാഫ്റ്റിന്റെ കേസിൽ മാത്രം നമ്മൾ ഇവിടെ എഴുതാം, അതല്ലെങ്കിൽ നമ്മൾ ഡെബിറ്റിലാണ് എഴുതുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാ വരണേ നോക്കാം. ആദ്യം തന്നെ നമ്മൾ എഴുതും ടു ബാലൻസ് BD എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷിന്റെ എമൗണ്ട്, അപ്പൊ നമുക്ക് ക്യാഷ് തന്നേക്കുന്നത് ഒരു 1 lakhും ബാങ്ക് തന്നേക്കുന്നത് ഒരു 8 lakhും ആണെന്ന് വെച്ചോ. ബാലൻസ് CR ഇല്ല, CR തന്ന ഞാൻ പറഞ്ഞ ക്രെഡിറ്റിൽ വരുന്ന. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി ബാലൻസ് BD. മറ്റേ ക്യാഷിന്റെ എമൗണ്ട് നമ്മൾ ക്യാഷ് കോളത്തിൽ എഴുതാം 1 lakh. ബാങ്കിന്റെ എമൗണ്ട് നമ്മൾ ബാങ്ക് കോളത്തിലും എഴുതും. ബാലൻസ് BD മനസ്സിലായോ? ക്യാഷിന്റെ എമൗണ്ട് ക്യാഷ് കോളം, ബാങ്കിന്റെ എമൗണ്ട് ബാങ്ക് കോളം. ഇനി നമ്മൾ പറഞ്ഞേക്കണത് പർച്ചേസ്ഡ് ഫർണിച്ചർ ₹8,000 ബൈ ചെക്ക് എന്നും കൂടി ഉണ്ടെന്ന് വെച്ചോ. ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ക്യാഷ് കോളത്തിൽ എഴുതും. ബൈ ഫർണിച്ചർ എന്ന് പറഞ്ഞുകൊണ്ട്, ഫർണിച്ചർ എന്ന് എഴുതിക്കൊണ്ട് നമുക്ക് ക്യാഷ് കോളത്തിൽ എഴുതാമായിരുന്നു. എങ്ങനെയാണെങ്കിൽ ബൈ ചെക്ക് എന്നില്ലായിരുന്നുവെങ്കിൽ. ഇതിൽ നമുക്കിപ്പോ ബൈ ചെക്ക് എന്ന് അവര് തന്നേക്കാണ്. അപ്പൊ ചെക്ക് വഴിയുള്ള ട്രാൻസാക്ഷൻ എല്ലാം ബാങ്ക് കോളത്തിൽ എഴുതാവൂ. കാരണം ചെക്ക് പോണത് എങ്ങോട്ടാ? ബാങ്കിലേക്ക്. നമ്മൾ ചെക്ക് കയ്യിൽ വെച്ചുകൊണ്ട് നമുക്ക് പൈസ കിട്ടുമോ? ഇല്ല. ചെക്ക് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? ബാങ്കിൽ കൊടുത്ത് ക്യാഷ് ആയിട്ട് നമ്മൾ മാറ്റും. അപ്പോ ചെക്ക് വഴിയാണ് ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ നമ്മളത് ബാങ്ക് കോളത്തിലേ എഴുതാവൂ. ചെക്ക് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് കോളത്തിൽ എഴുതാം. അടുത്ത ട്രാൻസാക്ഷൻ പെയ്ഡ് ടു രാം. നമ്മൾ സിംഗിൾ കോളം പോലെ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ. ഔട്ട്ഫ്ലോ എല്ലാം പേയ്മെന്റ്സിലും, ഇൻഫ്ലോ എല്ലാം റിസീപ്റ്റ്സിലാണ് വരുന്നത്. അപ്പോ ഇവിടെ പറഞ്ഞേക്കണേ പെയ്ഡ് ടു രാം, രാമിന് കൊടുത്തു എന്ന് പറയുമ്പോ അത് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി പേയ്മെന്റ്സിലാണ്. അപ്പൊ നമ്മളത് പെയ്ഡ് ടു രാം ₹6,000 മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ക്യാഷ് കോളത്തിൽ കൊടുക്കും. അത് പെയ്ഡ് ടു രാം ₹6,000 ബൈ ചെക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ബാങ്ക് കോളത്തിലേക്ക് നമ്മൾ എഴുതാവൂ. ബാങ്ക് കോളത്തിൽ വേണം നമ്മൾ ആ എമൗണ്ട് എഴുതാനായിട്ട്. അപ്പൊ ചെക്ക് വഴി നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എവിടെ കൊടുക്കണം? ബാങ്ക് കോളത്തിലെ എമൗണ്ട് എഴുതാവൂ.
അതുപോലെ തന്നെ റിസീവ്ഡ് ക്യാഷ് ഫ്രം രാമാണ്. അപ്പൊ നമ്മൾ റിസീപ്റ്റ്സിൽ നമ്മൾ രാം എന്ന് പറഞ്ഞ ആദ്യം എഴുതിയല്ലേ. ഇവിടെ റിസീവ്ഡ് ചെക്ക് ഫ്രം രാം എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എഴുതുന്നത് റിസീപ്റ്റ് സൈഡ് തന്നെ. ടു രാം എന്ന് പറഞ്ഞ് റിസീപ്റ്റ് സൈഡിൽ എഴുതും. എമൗണ്ട് എഴുതുമ്പോൾ നമ്മള് ബാങ്ക് കോളത്തിലേ കൊടുക്കാവൂ. കാരണം എന്താ, ചെക്കാണ് റിസീവ് ചെയ്തിരിക്കുന്നതെങ്കിൽ ബാങ്ക് കോളത്തിൽ എഴുതും. അതുപോലെ തന്നെ പർച്ചേസ്ഡ് ഗുഡ്സ് അത്രയും മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് കോളത്തിൽ കൊടുക്കും. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക്, ചെക്ക് വഴിയാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ സൈഡൊക്കെ സെയിം ആണ്. എമൗണ്ട് എഴുതുമ്പോൾ നമ്മൾ ബാങ്ക് കോളത്തിലെ എമൗണ്ട് എഴുതുള്ളൂ. അതുപോലെ തന്നെ ഈ ട്രാൻസാക്ഷൻ എല്ലാം ഓർത്ത് വെക്കേണ്ടത്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഒരിക്കലും ഇതിലേക്ക് വരില്ല എന്നുള്ളതാണ്. കടമായിട്ട് വാങ്ങിക്കുന്നത് ഒരിക്കലും ഡബിൾ കോളത്തിലും വരില്ല കേട്ടോ. ഇനി നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് പഠിക്കാനുള്ളത് ഒരു സംഭവം ഉണ്ട് മക്കൾക്ക്. അതായത് കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞ ഒരു സംഭവം. കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു ജേണൽ എൻട്രിയുടെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഒരേ അക്കൗണ്ടിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഇപ്പൊ റിസീവ്ഡ് ക്യാഷ് ഫ്രം രാം എന്ന് പറഞ്ഞപ്പോ നമ്മൾ ടു രാം എന്ന് പറഞ്ഞ അവിടെ എഴുതി അല്ലെ. ടു രാം എന്ന് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. ആ രാമിൽ ടു രാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് നമ്മൾ ചെക്ക് ആണെങ്കിൽ ബാങ്കിൽ അല്ലെങ്കിൽ ക്യാഷിൽ കാണിച്ചു. ഒരു സൈഡേ നമ്മൾ എഴുതിയുള്ളൂ. അതുകൊണ്ട് രാമിന്റെ അക്കൗണ്ടിൽ കൊണ്ടേ നമ്മൾ ക്യാഷ് എന്നൊന്നും കാണിച്ചിട്ടില്ല. ഇവിടെ അങ്ങനെ അങ്ങനെയല്ല. കോൺട്രാ എൻട്രിയുടെ കേസിൽ ഒരു ജേണൽ എൻട്രിയുടെ രണ്ട് വശവും സെയിം ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. അതിനാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ട് കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് കോളം കൊടുത്തിട്ടുണ്ട്, ബാങ്ക് കോളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ കോൺട്രാ എൻട്രി വരുന്നത് രണ്ട് കേസിലാണ്. ഫസ്റ്റ് കേസ് പെയ്ഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിലേക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. പെയ്ഡ് ഇൻ ടു ബാങ്ക്, അതായത് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്നോ ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്നോ ഇൻവെസ്റ്റഡ് ഇൻ ടു ബാങ്ക് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ ബാങ്കിലേക്ക് കൊടുത്തു എന്ന് പറയുമ്പോ മക്കളെ ആ ജേണൽ എൻട്രി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബാങ്കിലേക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ബാങ്ക് ഈസ് ദ റിസീവർ, ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി, അപ്പൊ നമ്മൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും, ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇതുപോലെയാണ് ജേണൽ എൻട്രി കൊടുക്കുന്നത് അല്ലെ. എൻട്രി ഇങ്ങനെയല്ലേ വരുന്നേ. അപ്പൊ നോക്കിയേ, ഈ ജേണൽ എൻട്രിയുടെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഒരേ അക്കൗണ്ടിൽ നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട വരും. കാരണം എന്താ, നമ്മൾ വരച്ചിരിക്കുന്ന ക്യാഷ് ബുക്കില് ക്യാഷ് കോളും ഉണ്ട്, ബാങ്ക് കോളും ഉണ്ട്. രണ്ട് സൈഡിലും ക്യാഷ് കോളും ഉണ്ട്, ബാങ്ക് കോളും ഉണ്ട്. അപ്പൊ നമ്മളത് എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ടതാ, ടു ക്യാഷ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതണം. കോൺട്രാ എൻട്രി എഴുതുമ്പോ ടു ക്യാഷ് എന്ന് എഴുതിയിട്ട് എമൗണ്ട് എഴുതുമ്പോ ശ്രദ്ധിക്കുക, ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതണം. ആ 80,000 റുപ്പീസ് ബാങ്ക് കോളത്തിൽ കൊടുക്കുക. കോളം മാറ്റി എഴുതേണ്ട വരും. കോൺട്രാ എൻട്രിക്ക് മാത്രം നമ്മൾ കോളം മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മള് കോളം മാറ്റി കൊടുത്തു. ഇനി നമ്മൾ ആ ലെഡ്ജർ ഫോളിയോയുടെ കോളത്തിൽ നമ്മൾ ഇവിടെ ലെഡ്ജർ ഫോളിയോയുടെ കോളത്തിൽ നമ്മൾ സി കൊടുക്കണം, കോൺട്രാ എൻട്രി എന്ന് അറിയിക്കാൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ബൈ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് കോളത്തിൽ നമ്മൾ എമൗണ്ട് എഴുതണം. അതുപോലെ തന്നെ ആ ലെഡ്ജർ ഫോളിയോയുടെ കോളത്തിൽ നമ്മൾ കോൺട്രാ എൻട്രി എന്ന് അറിയാൻ വേണ്ടിയിട്ട് സിയും കൊടുക്കണം. അപ്പൊ കണ്ടോ, നമ്മൾ അപ്പുറത്തേക്ക് മാറ്റി എഴുതി, കോളം മാറ്റി എഴുതി. ക്യാഷ് എന്ന് എഴുതിയപ്പോ ബാങ്കിൽ എഴുതി, ബാങ്ക് എന്ന് എഴുതിയപ്പോ നമ്മൾ ക്യാഷിൽ എഴുതി. അതാണ് കോൺട്രാ എൻട്രി. ഇനി ഒരു കേസും കൂടി ഉണ്ട്. ഫസ്റ്റ് കേസാണ് നമ്മളിപ്പോ പറഞ്ഞത്. രണ്ട് കേസിലെ കോൺട്രാ എൻട്രി ഉള്ളൂ കേട്ടോ. അടുത്ത കേസ് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് കാശ് പിൻവലിച്ചു. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്, ഓഫീസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും ക്യാഷ് പിൻവലിച്ചു എന്ന് പറയുമ്പോ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, ബാങ്ക് ഈസ് ദ ഗിവർ. അപ്പൊ ഇങ്ങനെ വരും, ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, അത് ബാങ്ക് ആണ്, ബാങ്ക് ഈസ് ദ ഗിവർ. അപ്പൊ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് എഴുതും. ഇനി നമ്മൾ അത് എഴുതുമ്പോ നോക്കിയേ, നമുക്ക് നമ്മൾ വരച്ചിരിക്കുന്ന ആ ക്യാഷ് ബുക്കില് ക്യാഷ് കോളും ഉണ്ട്, ബാങ്ക് കോളും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്ക് അതിൽ റെക്കോർഡ് ചെയ്യേണ്ടി വരും.
അപ്പൊ നമ്മളത് എങ്ങനെ എഴുതും? ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കോളം, ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് ഇപ്പോ നമുക്ക് തന്നേക്കണേ ഒരു 6,000 ആണെങ്കിൽ നമ്മൾ ക്യാഷ് കോളത്തിൽ എഴുതും. ലെഡ്ജർ ഫോളിയോയിൽ സി കൊടുക്കും. ഇനിയോ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലെഡ്ജർ ഫോളിയോയിൽ സി കൊടുക്കും, ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതും. കണ്ടോ, എമൗണ്ട് നമ്മൾ കോളം മാറ്റി എഴുതി. കോൺട്രാ എൻട്രിക്ക് എപ്പോഴും കോളം മാറ്റി എമൗണ്ട് എഴുതണം. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ഈ ഡ്രോയിങ്സ് വരുമ്പോഴേ വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് ആണെങ്കിൽ അത് കോൺട്രാ എൻട്രി അല്ല, അല്ലെ? ഇവിടെ ഓഫീസ് യൂസിന് വേണ്ടി വിഡ്രോ ചെയ്തപ്പോഴേ കോൺട്രാ എൻട്രി ആയത്. പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്തു എന്ന് പറയുമ്പോൾ ജേർണൽ എൻട്രി എന്താ വരുന്നത്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ എന്നാണ് വരുന്നത്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. ഇനി ബിസിനസ്സിൽ നിന്നാണ് ക്യാഷ് പിൻവലിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ടു ക്യാഷ് എന്ന് എഴുതാം. അപ്പോ സിംഗിൾ കോൾ ആയാലും ഡബിൾ കോൾ ആയാലും പ്രൈവറ്റ് യൂസ് അഥവാ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് പിൻവലിച്ചതെങ്കിൽ അവിടെ നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എഴുതുന്നത്. ഓഫീസ് യൂസ് ആണെങ്കിൽ കോൺട്രാ എൻട്രി ആകുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ബൈ ഡ്രോയിങ്സ് എന്ന് എഴുതും. അത് സിംഗിൾ കോളത്തിലായാലും ഡബിൾ കോളത്തിലായാലും പേഴ്സണൽ യൂസ് ആണെങ്കിൽ നമ്മൾ ബൈ ഡ്രോയിങ്സ് എന്ന് എഴുതിയിട്ട് ക്യാഷ് ആണ് ബിസിനസ്സിൽ നിന്നാണ് പിൻവലിച്ചതെങ്കിൽ ക്യാഷ് കോളത്തിൽ എഴുതാം. വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് ആണെങ്കിൽ നമ്മളത് ബാങ്ക് കോളത്തിൽ എഴുതും. അത്രേ ഉള്ളൂ. അപ്പൊ സാധാരണ ക്യാഷ് ബുക്ക് എപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കോൺട്രാ എൻട്രി ഒക്കെ വരുമ്പോ. അപ്പൊ ഡബിൾ കോളം സിംഗിൾ കോളം തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി തന്നതാണ്. അപ്പോ ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഈ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഒരു പ്രോബ്ലം ഞാൻ കഴിഞ്ഞ വർഷം എന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഒരു വലിയ കണക്ക് ഞാൻ അതില് ഡബിൾ കോളം ക്യാഷ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് പോകുമ്പോൾ അത് എളുപ്പമായിരിക്കും. അപ്പൊ അതും കൂടി ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഒരിക്കലും നിങ്ങൾക്ക് അതിന്റെ ഒരു ഡൗട്ട് വരില്ല. നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഓക്കെ.